നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. പരമാവധി ആളുകൾക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, മുൻഗണനാ റേഷൻ കാർഡുകളുടെ മാനദണ്ഡങ്ങൾ പുതുക്കി നൽകാൻ സർക്കാർ നടപടി. സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഭക്ഷ്യ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. 1200 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളെ പരിഗണിക്കണം. 800 cc വരെയുള്ള കാർ ഉൾപ്പെടെയുള്ള 4 ചക്ര വാഹനങ്ങളും പട്ടികയിൽ ഉൾപ്പെടുത്തണം. ഭൂമിയുണ്ടെങ്കിലും കൃഷിയോഗ്യമല്ലെങ്കിൽ ഇളവ് നൽകണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും. 2017 ഉത്തരവ് പ്രകാരം 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ, 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ, അതായത് സ്വയം ഓടിക്കുന്ന ടാക്സി ഒഴികെ ഉള്ളവർ, കുടുംബത്തിന് 1 ഏക്കറിലധികം ഭൂമിയുള്ളവർ എന്നിവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല. എന്നാൽ ഈ മാനദണ്ഡങ്ങൾ മാറ്റണമെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു. 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകളും 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങളും നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ ആഡംബരമല്ല. ഭിന്നശേഷിക്കാരായ കുടുംബങ്ങൾക്കായി 4 ചക്ര വാഹനം ഉപയോഗിക്കുന്നവരുണ്ട്. കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, വാടക കരാർ കാലാവധി കഴിഞ്ഞിട്ടും കെട്ടിടങ്ങൾ ഒഴിഞ്ഞു പോകാത്ത വാടകക്കാർക്കെതിരെ കർശന നടപടിയുമായി സുപ്രീം കോടതി. ഒഴിഞ്ഞു പോകുവാൻ ഉടമയോട് കൂടുതൽ സമയം ആവശ്യപ്പെടുകയും ആ കാലാവധി കഴിഞ്ഞിട്ടും പ്രോപ്പർട്ടി കൈവശം വയ്ക്കുകയും ചെയ്യുന്ന വാടകക്കാരിൽ നിന്ന് ഉയർന്ന നിരക്കിലോ പിഴയായിട്ടോ വാടക ഈടാക്കാൻ ഉടമയ്ക്ക് നിയമപരമായ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ JK മഹേശ്വരി, സഞ്ജയ് കരോൾ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഭൂ ഉടമകൾക്ക് അനുകൂലമായ ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത്. മാനുഷിക പരിഗണന ചൂഷണം ചെയ്യരുത്. സുപ്രീം കോടതി ഒരു കേസ് പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായകമായ നിരീക്ഷണം വന്നിരിക്കുന്നത്. വാടകക്കാരന് താമസം മാറാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് കോടതികളോ ഉടമകളോ സമയം നീട്ടി നൽകുന്നത്. എന്നാൽ ഈ മാനുഷിക പരിഗണനയെ ചൂഷണം ചെയ്ത് ഉടമയുടെ അവകാശങ്ങളെ ഹനിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 50 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ 12,500 രൂപ സൗജന്യമായി ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ തീർച്ചയായും ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർ വളരെ കൂടുതലാണ് കേരളത്തിൽ. 50 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായവർക്കായി നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പ് രൂപം നൽകിയ സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് ജീവൻ പകരുകയെന്ന ലക്ഷ്യവുമായിട്ടാണ് കേരളത്തിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി നവജീവൻ പദ്ധതി ആരംഭിച്ചത്. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മേൽപ്പറഞ്ഞ പ്രായപരിധിയുള്ള തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് 50,000 രൂപ വരെ ബാങ്ക് വായ്പ നൽകും. ഈ വായ്പാ തുകയുടെ 25% വരെ, അതായത് 12,500 രൂപ വരെ സർക്കാർ സബ്സിഡി നൽകും. ഈ തുക തീർത്തും സൗജന്യമാണ്. ഇത് തിരിച്ചടയ്ക്കേണ്ടതുമില്ല. കേറ്ററിംഗ്, പലചരക്ക് കട, വസ്ത്രവിൽപ്പന ഷോപ്പ്, കുട നിർമ്മാണം, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പ്, മെഴുകുതിരി നിർമ്മാണം, സോപ്പ് നിർമ്മാണം, DTP സെൻറ്റർ, അതുപോലെ തന്നെ തയ്യൽ ഷോപ്പ്, ഇൻ്റർനെറ്റ് കഫേ തുടങ്ങി പ്രാദേശികമായി വിജയസാധ്യതയുള്ള എന്ത് സംരംഭവും നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും. വ്യക്തിഗത വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. എഴുത്തും വായനയും അറിഞ്ഞിരിക്കുകയും വേണം. ഇങ്ങനെയുള്ള ഏതൊരു വ്യക്തിക്കും നവജീവൻ പദ്ധതിയിലെ വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സംസ്ഥാനത്തെ ദേശസാൽകൃത അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾ, KSFE, കേരള ബാങ്ക്, മറ്റ് പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ മുഖേന വായ്പ അനുവദിക്കും. തിരിച്ചടവും പലിശയും ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും. ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായ്പ അനുവദിക്കുന്നതിനാൽ ജാമ്യം നൽകേണ്ടതില്ല. വ്യക്തിഗത പദ്ധതിയും ഒന്നിലധികം അപേക്ഷകർ ചേർന്നുള്ള സംയുക്ത സംരംഭങ്ങളും ആരംഭിക്കാം. ഓരോ വ്യക്തിക്കും പരമാവധി വായ്പയ്ക്കും സബ്സിഡിക്കും അർഹതയുണ്ടായിരിക്കും. താൽപ്പര്യമുള്ളവർ അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകണം. പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.